അടുത്ത സെക്ഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. സെക്കൻഡ് എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നു. ഇതിലെ പല കാര്യങ്ങളും നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അത്രയും പാടുണ്ടായിരിക്കത്തില്ല ഇത് തുടക്കമൊക്കെ മനസ്സിലാക്കാൻ. ഈ ചാപ്റ്റർ പൊതുവെ സിമ്പിളുമാണ്. അതായത് 2 ലൈൻസ് ഉണ്ടെന്നിരിക്കട്ടെ, വെറുതെ 2 ലൈൻസ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പാരലാവണമെന്നൊന്നുമില്ല, ചുമ്മാ 2 ലൈൻസ്. ഒന്നാമത്തെ ലൈനിന് L എന്നും രണ്ടാമത്തെ ലൈനിന് M എന്നും കൊടുക്കും. ഈ 2 ലൈൻസിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുന്നു. ഈ ലൈൻ നമ്മൾ പറഞ്ഞ പേര്, ഇതിന്റെ പേര് ഓർക്കുന്നുണ്ടോ? ഇതിന്റെ പേരാണ്, ഈ ലൈനിന്റെ പേര്, നമ്മൾ ഈ 2 ലൈൻസിനെ കട്ട് ചെയ്ത മൂന്നാമത്തെ ലൈനിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. അപ്പം എത്ര ആംഗിൾ മൊത്തത്തിൽ ഫോം ചെയ്യുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ആംഗിൾസ് മൊത്തത്തിൽ നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾസിനൊക്കെ നമുക്ക് വെറുതെ പേര് കൊടുക്കാം. അപ്പം ഒന്ന് എഴുതാമല്ലോ. 1, 2, 3, 4, 5, 6, 7, 8 ആംഗിൾസ് മൊത്തത്തിൽ ഫോം ചെയ്യുന്നുണ്ട്. ആംഗിൾ 1, ആംഗിൾ 5 കണ്ടോ? ഒരു ആംഗിൾ ഈ ലൈനിന്റെ മേളത്തുണ്ടോ? LM. ഒന്നാമത്തെ ലൈനിന്റെ മുകളിൽ ഈ സൈഡിലുള്ള ആംഗിൾ, രണ്ടാമത്തെ ലൈനിന്റെ മുകളിൽ ഇടത് ഭാഗത്തുള്ള ആംഗിൾ. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 5. ഈ ആംഗിൾ 1നും ആംഗിൾ 5നും പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. പേര് മറക്കരുത്, ഈ ഒരു പേരുകൾ പോലും മറക്കരുത്. നമുക്കിത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കണമെങ്കിൽ ഇത് ഓർമ്മ വരണം. ആംഗിൾ 1നും ആംഗിൾ 5നും പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ ഇപ്പുറത്ത് വരുന്ന ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കത്തില്ലേ? അപ്പൊ നമുക്ക് പറയാം. അപ്പൊ ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്? ആംഗിൾ 1 ആൻഡ് ആംഗിൾ 5 കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇതുപോലെ തന്നെ വേറെ ഉണ്ടോ? കണ്ടോ? ഈ ലൈനിന്റെ ഇപ്പുറ സൈഡിൽ റൈറ്റ് സൈഡ് വരുന്ന ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിൾ 2 ആണ്, ആംഗിൾ 6 ആണ്. ആംഗിൾ 2ഉം ആംഗിൾ 6ഉം, ആംഗിൾ 2, ആംഗിൾ 6, അതും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് ഇതിന്റെ താഴെ വരുന്ന ഈ ആംഗിൾ, ഈ ആംഗിൾ, ആ ആംഗിളും ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. പിന്നെ ഏതാണ്? ആംഗിൾ 4ഉം ആംഗിൾ 8ഉം അല്ലേ? ആംഗിൾ 4 ആൻഡ് ആംഗിൾ 8 കണ്ടോ? ആംഗിൾ 4ഉം ആംഗിൾ 8ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കുമല്ലോ. ഏതൊക്കെയാണ് ആംഗിൾ? ആംഗിൾ 3ഉം ആംഗിൾ 7ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. ആംഗിൾ 3 ആൻഡ് ആംഗിൾ 7 ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഒന്നുകൂടെ പറഞ്ഞേ. 1, 5, 2, 6, 4, 8, 3, 7 ഇത്രയും ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അകത്തുള്ള ആംഗിൾസ്. ഈ അകത്തുള്ള ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിടവിട്ടുള്ള എന്നുള്ള അർത്ഥം നമുക്ക് ഉദ്ദേശിക്കാം. അപ്പോൾ അതിൻ്റെ ഈ ആംഗിൾ കണ്ടോ? അകത്തുള്ളതാണ്. പിന്നെ ഇതിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ആംഗിൾ, അതായത് ഈ പടം നോക്കുകയാണെങ്കിൽ ആംഗിൾ 4 ആൻഡ് ആംഗിൾ 6 അല്ലേ? ആംഗിൾ 6, ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇതേപോലെ തന്നെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ 3 ആൻഡ് ആംഗിൾ 5, ഇതും നമുക്ക് പറയാം ആംഗിൾ 3 ആൻഡ് ആംഗിൾ 5 ആ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്, ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആംഗിൾസ് ആണ്. അപ്പം തന്നെ കണ്ടോ ഇവിടെ ഇത് ഈ ആംഗിളും ഇതിൻ്റെ ഈ ഒരു ആംഗിളും, ഇത് രണ്ടുമാണ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ. അതായത് ആംഗിൾ 1, ആംഗിൾ 7 ഈ 2 ആംഗിൾസും ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. ഇതേപോലെ തന്നെ ഈ ഒരു ആംഗിൾ 2ഉം ആംഗിൾ 8ഉം ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ എന്നാണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അപ്പം ഇവിടെ നമുക്ക് ഇവിടെ 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. സെയിം സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്റീരിയർ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ 4, ആംഗിൾ 5 കണ്ടില്ലേ? 4ഉം 5ഉം ഇന്റീരിയർ ആണ്, സെയിം സൈഡ് ആണ്. ഇതേപോലെ തന്നെ ആംഗിൾ 3യും ആംഗിൾ 6ഉം നമുക്ക് ഇന്റീരിയർ ആംഗിൾ അല്ലേ? 2 ഇന്റീരിയറുമാണ്, സെയിം സൈഡുമാണ്.
ഇവിടെ പാരലൽ ലൈൻസ് ആൻഡ് ട്രാൻസ്വേഴ്സൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഈ രണ്ട് ലൈൻസും പാരലൽ ആണ് എന്നൊന്നും പറഞ്ഞില്ല, ചുമ്മാ രണ്ട് ലൈൻസ് എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ കേസിൽ ഇവർ പറയുകയാണ് ഇഫ് എൽ പാരലൽ എം, ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്നിരിക്കട്ടെ, ഇതിന്റെ ഈ ഒരു ലൈനിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എല്ലും എമ്മും പാരലൽ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആംഗിൾസിന് കുറച്ച് പ്രത്യേകതയുണ്ട്. പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ, ഇഫ് എൽ പാരലൽ എം, എല്ലും എമ്മും പാരലൽ ആണെങ്കിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്ന കാര്യമാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ഇവിടുത്തെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയാമോ? ആംഗിൾ 1ഉം ആംഗിൾ 5ഉം കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പൊ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 5 ആയിരിക്കും. വേറെ കറസ്പോണ്ടിങ് ആംഗിൾ ഉണ്ടോ? ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 6 അല്ലേ? ആംഗിൾ 2ഉം ആംഗിൾ 6ഉം കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയും? ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 6. ആംഗിൾ 4ഉം ആംഗിൾ 8ഉം കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. സോ ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 8 ആയിരിക്കും. ആംഗിൾ 3ഉം ആംഗിൾ 7ഉം കറസ്പോണ്ടിങ് ആംഗിൾ ആയിരിക്കും. സോ ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 7. ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് മാത്രമല്ല ഈക്വൽ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആണ്. ഏതൊക്കെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്? ആംഗിൾ 4ഉം ആംഗിൾ 6ഉം അല്ലേ? സോ ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 6. ആംഗിൾ 3ഉം ആംഗിൾ 5ഉം. സോ ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. അപ്പം രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി ഇതുകൂടാതെ വേറൊരു പ്രത്യേകതയും കൂടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ആർ സപ്ലിമെന്ററി. ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ആർ സപ്ലിമെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ്? ഞാൻ നേരത്തെ പറഞ്ഞു ആംഗിൾ 4ഉം ആംഗിൾ 5ഉം ആണല്ലേ? ആംഗിൾ 4ഉം ആംഗിൾ 5ഉമാണ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ്. എന്താ ഈ സപ്ലിമെന്ററി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ആംഗിൾ 4ഉം ആംഗിൾ 5ഉം കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് 180 ഡിഗ്രി കിട്ടുമെന്നാണ്. രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ആംഗിൾസിന് പറയുന്ന പേരാണ് സപ്ലിമെന്ററി. അപ്പൊ ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് എന്ന് പറഞ്ഞാൽ ആംഗിൾ 4ഉം ആംഗിൾ 5ഉം മാത്രമേ ഉള്ളൂ? അല്ല, ആംഗിൾ 3ഉം ഉണ്ട്, ആംഗിൾ 6ഉം ഉണ്ട്. സോ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാരലൽ ലൈൻസ് ആൻഡ് ട്രാൻസ്വേഴ്സലിന്റെ ഫസ്റ്റ് സെഷനിൽ പറയുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ പറയാം. രണ്ട് ലൈൻസ് പാരലൽ ആണെന്നിരിക്കട്ടെ, രണ്ട് ലൈൻസ് പാരലലാണ്, ഒരു ട്രാൻസ്വേഴ്സൽ അതിനെ കട്ട് ചെയ്യുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ 1ഉം ആംഗിൾ 5ഉം ഈക്വൽ ആയിരിക്കും, ആംഗിൾ 2ഉം ആംഗിൾ 6ഉം ഈക്വൽ ആയിരിക്കും, ആംഗിൾ 4ഉം ആംഗിൾ 8ഉം ഈക്വൽ ആയിരിക്കും, ആംഗിൾ 3ഉം ആംഗിൾ 7ഉം ഈക്വൽ ആയിരിക്കും. രണ്ടാമത് പറഞ്ഞു ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമെന്ന്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ഈക്വൽ ആയിരിക്കും, ആംഗിൾ 3ഉം ആംഗിൾ 5ഉം ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇനി നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ആർ സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ, സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ സപ്ലിമെന്ററി എന്ന് പറയാം. ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 അല്ലേ? ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ആണ്, അത് രണ്ടും കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലും എമ്മും പാരലൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കിട്ടുകയുള്ളൂ. സപ്പോസ് ഇങ്ങനെ പോകുന്ന ലൈൻ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇത് പാരലൽ അല്ല. ഇങ്ങനെ പാരലൽ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒന്നും കിട്ടില്ല. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും പ്രോപ്പർട്ടീസ് എഴുതാൻ പറ്റുകയുള്ളൂ.
അടുത്ത കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കോൺവേഴ്സ് ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസും ഒക്കെ ഈക്വൽ ആയിരിക്കും. ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് സപ്ലിമെന്ററി ആയിരിക്കും എന്നല്ലേ പറഞ്ഞത്. ഇവിടെ ഇനി പറയുന്നത് നേരെ തിരിച്ചാണ്. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്, ഒരു ട്രാൻസ്വേഴ്സിലും തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇതിന്റെ ഏതെങ്കിലും കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കും. അല്ലെങ്കിൽ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് സപ്ലിമെന്ററി ആണെങ്കിലും ഈ രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കും. അതാണ് ഇതിനെ നമ്മൾ കോൺവേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതിനെ നേരെ തിരിച്ചു പറയുകയാണ്. തൊട്ട് മുമ്പ് പറഞ്ഞത് ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നല്ലേ. ഇപ്പൊ നമ്മൾ തിരിച്ചാ പറയുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കും. അപ്പം ഒന്നെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് സപ്ലിമെന്ററി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് ദ ടു ലൈൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ടു ലൈൻസ് ആർ പാരലൽ. ഞാൻ വെറുതെ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. രണ്ട് ലൈൻസ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് പാരലൽ ആണെന്നൊന്നും തന്നിട്ടില്ല. ഒരു ട്രാൻസ്വേഴ്സിലും ഉണ്ട്. എന്നിട്ട് ഇവിടുത്തെ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്, ഇവിടുത്തെ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഈ രണ്ട് ലൈൻസ് പാരലൽ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് വന്നിട്ടുണ്ടല്ലോ അല്ലേ. ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണല്ലോ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഇഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ then the two lines are parallel. അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം ഓൾട്ടർനേറ്റ് ആംഗിൾസ്. കണ്ടോ, ഇവിടെ 30 ആണ്, ഇവിടെ 30 ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അതിന്റെ അർത്ഥം എന്തുവാ? ഇറ്റ് ഇംപ്ലൈസ് L is parallel to M. അപ്പം രണ്ട് ലൈൻസ് പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതിന് നമ്മൾ പറയുന്ന പേരാണ് കോൺവേഴ്സ്. കണക്ക് ചെയ്യുമ്പോൾ വളരെ വിശദമായി നമ്മൾ കണക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇതിന്റെ നല്ല ഐഡിയ കിട്ടും. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. ലൈൻസ് പാരലൽ ടു ദ സെയിം ലൈൻ. അതായത് രണ്ട് ലൈൻസ് പാരലാണ്, എല്ലും എമ്മും പാരലാണ്. എൽ പാരലൽ ടു എം ആണ്. ഈ എമ്മിന് പാരലായി വേറൊരു ലൈൻ വരയ്ക്കുന്നു. എമ്മിന് പാരലായിട്ട് വേറൊരു ലൈൻ. ആ ലൈൻ നമ്മൾ എന്നെന്ത് പേര് കൊടുത്തു? എം പാരലൽ എൻ വരയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൽ എന്നുള്ള ലൈൻ എൻ എന്നുള്ള ലൈനിന് പാരലൽ ആയിരിക്കുമോ? ആയിരിക്കുമല്ലോ. അതായത് എൽ പാരലൽ ടു എം ആണ്, എം പാരലൽ ടു എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ലൈൻസും പാരലൽ ആയിരിക്കുമല്ലോ. അതാണ് അടുത്തത് പറയുന്നത്. എൽ പാരലൽ, എം പാരലൽ, എൻ. ഇതാണ് ലൈൻസ് പാരലൽ ടു ദ സെയിം ലൈൻ എന്നുള്ള തീർത്ഥത്തിൽ പറയുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനിയുള്ള എക്സസൈസ് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. എക്സസൈസ് 6.2 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ് അറിയില്ല, വൈ അറിയില്ല. ഇപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ലൈൻസ് എ ബി പാരലൽ സി ഡി ആണെന്ന് പ്രൂവ് ചെയ്യണം. ശരി, ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് നമ്മുടെ വൈ. ഇതൊരു ട്രാൻസ്വേഴ്സിലാണല്ലോ അല്ലേ. കണ്ടില്ലേ, രണ്ട് ലൈൻസ് ഉണ്ട്, ഒരു ട്രാൻസ്വേഴ്സിലാണ്. ഈ രണ്ട് ലൈൻസിനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമ്മൾ നേരത്തെ കഴിഞ്ഞ എക്സസൈസിലൊക്കെ പറഞ്ഞതാണ്. ഇങ്ങനൊരു ലൈൻ വന്നിട്ട് അല്ലേ, ഇങ്ങനൊരു ലൈനിൽ വേറൊരു ലൈൻ വന്ന് കട്ട് ചെയ്യുമ്പം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവുന്ന ആംഗിൾസിനെ പറയുന്ന പേരാണ് ലീനിയർ പെയർ അല്ലേ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ 50 ആണ്, ഇവിടുത്തെ ആംഗിൾ എക്സ് ആണ്. ലീനിയർ പെയറിന്റെ പ്രത്യേകത എന്താണ്? ഒരു ലൈനിലെ മൊത്തം ആംഗിൾ 180 ഡിഗ്രി ആണല്ലോ. അപ്പൊ ലീനിയർ പെയറിന്റെ പ്രത്യേകത എന്താണ്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പം നമ്മുടെ ജോലി ഏതാണ്? നമ്മൾ നേരിട്ട് അങ്ങ് എഴുതിയാൽ മതി. പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് കാര്യം എഴുതണ്ട. എക്സ് പ്ലസ് 50 ഈസ് ഈക്വൽ ടു 180. റീസൺ എഴുതണം. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുതാൻ കാരണം? ലീനിയർ പെയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര വരും? 180 മൈനസ് 50. എത്ര? 180 മൈനസ് 50 130 ഡിഗ്രി. എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നോക്കി വൈയുടെ വാല്യൂ. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു.
രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസിനെ പറയുന്ന പേരാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഈ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കി, രണ്ട് ലൈൻസ് കൂട്ടിമുട്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആംഗിൾസ് ആണ് 130 വൈയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? y is equal to 130. അതിന്റെ റീസൺ എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇനി എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? നോക്കിക്കേ, ഷോ ദാറ്റ് എ ബി പാരലൽ സി ഡി. എ ബിയും സി ഡിയും പാരലൽ ആണെന്ന്. ഞാൻ ആ കോൺവേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എപ്പോഴാണ് ലൈൻസ് പാരലൽ ആകുന്നത്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ പാരലൽ ആകും, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ പാരലൽ ആകും, ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ആർ സപ്ലിമെന്ററി ആണെങ്കിൽ പാരലൽ ആകും. ഇവിടെ നമുക്ക് പല രീതിയിൽ പറയാം. നോക്കി, ആംഗിൾ എക്സ് എത്ര കിട്ടി? 130. ആംഗിൾ വൈ എത്ര? 130. എക്സും വൈയും 130 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, അപ്പൊ എക്സും വൈയും ഈക്വൽ ആണല്ലോ, അല്ലേ? എക്സ് 130 കിട്ടി, വൈയും കിട്ടി 130. എക്സും വൈയും ഈക്വൽ ആണല്ലോ. എക്സും വൈയും എന്താ ശരിക്കും? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ എക്സും വൈയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. എക്സും വൈയും ഈക്വൽ ആണെന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു, അല്ലേ? ഇങ്ങനെ പറയാം, ആംഗിൾ എക്സ് ഈസ് ഈക്വൽ ടു ആംഗിൾ വൈ, അല്ലേ? എന്താ ആംഗിൾ എക്സ് ഈസ് ഈക്വൽ ടു ആംഗിൾ വൈ? എക്സും വൈയും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അല്ലേ? ഇംപ്ലൈസ് ഓൾട്ടർനേറ്റ്, അത് എഴുതണം. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ ലൈൻസ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. അതായത് എ ബി പാരലൽ സി ഡി. എളുപ്പമാണ്, പഠിച്ചോണം. വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എല്ലാം. ഇവർ പറഞ്ഞേക്കോ, എ ബി പാരലൽ സി ഡി. എ ബി സി ഡിക്ക് പാരലാണ്. സി ഡി പാരലൽ ഇ എഫ്. സി ഡി ഇ എഫിന് പാരലാണ്. y is to z is equal to 3:7. y is to z is equal to 3:7 എന്ന് തന്നിട്ടുണ്ട്. x ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, ഇവർ ആദ്യം പറഞ്ഞേക്കുന്നത് എന്തുവാ? എ ബി പാരലൽ സി ഡി. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാമല്ലോ. എ ബി പാരലൽ സി ഡി ആൻഡ് സി ഡി പാരലൽ ഇ എഫ്, അല്ലേ? അതിന്റെ അർത്ഥം എന്തുവാ? ഈ ലൈനിന് പാരലല്ല. ഈ സി ഡി എന്നുള്ള ലൈൻ ഇ എഫ് എന്നുള്ള ലൈനിന് പാരലല്ല. അതിന്റെ അർത്ഥം ഈ മൂന്ന് ലൈൻസും പാരലാണെന്നല്ലേ? ഞാൻ നേരത്തെ അങ്ങനെ ഒന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്തുവാ? ഇംപ്ലൈസ് എ ബി പാരലൽ സി ഡി പാരലൽ ഇ എഫ്. ഇതാണ് ഇതിന്റെ അർത്ഥം. എ ബിയും ഇ എഫും പാരലാണല്ലോ. എ ബിയും ഇ എഫും, ഞാൻ അത് മാത്രമായിട്ടൊന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ എ ബി, ഇതാണ് നമ്മുടെ ഇ എഫ്. ഞാൻ ഇടയ്ക്കത്തെ ലൈൻ വരയ്ക്കുന്നില്ല. എ ബിയും ഇ എഫും പാരലാണല്ലോ. ഇതൊരു ട്രാൻസ്വേഴ്സലാണല്ലോ. ഈ ആംഗിളാണ് എക്സ്, ഈ ആംഗിളാണ് ഇസഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഈസ് ഈക്വൽ ടു, അല്ലേ? എക്സും ഇസഡും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതായത് കണ്ടോ, ഈ ലൈനും പാരലാണ്. എക്സും ഇസഡും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് പറയാം. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇനി എന്താ അവർ പറഞ്ഞേക്കുന്നത്? y ഈസ് ടു ഇസഡ് എന്ന്. അവരെന്താ പറഞ്ഞേക്കുന്നത്? y ഈസ് ടു ഇസഡ് ഈസ് ഈക്വൽ ടു 3:7 എന്നല്ലേ പറഞ്ഞേ? അപ്പൊ വൈക്ക് സപ്പോസ് നമുക്കൊരു 3a കൊടുക്കാം. ഇസഡിന് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു 7a കൊടുക്കാം. അങ്ങനെ ആണല്ലോ. നമ്മൾ എ ഒരു കോൺസ്റ്റന്റ് ആണ്. വൈക്ക് 3a കൊടുത്തു, ഇസഡിന് 7a കൊടുത്തു. ഇനി ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെയൊക്കെ ചെയ്യാം. നോക്കിക്കേ, എക്സ് പ്ലസ് വൈ എത്രയാണ്? കണ്ടോ, എക്സും വൈയും എന്താ? ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ആ പ്രോപ്പർട്ടി
നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെന്ററി. അതായത് 4ഉം 5ഉം കൂടെ കൂട്ടുമ്പം 180 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ എക്സും വൈയും സപ്ലിമെന്ററി ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി. എന്ത് കാര്യം എഴുതണം? റീസൺ എഴുതണം. ഇന്റീരിയർ ആംഗിൾ ഷോർട്ട് ഫോമിൽ എഴുതിയാലും നമ്മൾ എഴുതണം ആർ സപ്ലിമെന്ററി. നമ്മളങ്ങനെ റീസൺ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും റീസൺ എഴുതി വെക്കണം. എക്സ് പ്ലസ് വൈ, ഇവിടെ എക്സ് എത്ര ആണെന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് എത്ര ആണ്? ഇസഡ്. ദാറ്റ് ഈസ് ഇസഡ് പ്ലസ് വൈ. അതുപോലെ വൈ ഈസ് ഈക്വൽ ടു 180. ഇസഡ് എത്ര ആണെന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇസഡ് എത്ര ആണെന്ന്? 7a. സോ ഇസഡിന് പോലെ വാല്യൂ എടുക്കാമല്ലോ. 7a പ്ലസ് വൈ നമ്മൾ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 3a ഈസ് ഈക്വൽ ടു 180. 7a പ്ലസ് 3a 10a ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ കിട്ടുമല്ലോ. എ എത്രയാണ്? 180/10 താഴെ വരും 18 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സിന്റെ വാല്യൂ ആ. എക്സ് എന്ന് പറഞ്ഞാൽ ഇസഡാ. അപ്പൊ ഇസഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സിന്റെ വാല്യൂവും കിട്ടും. സോ ഇസഡ് കണ്ടുപിടിക്കുക. ഇസഡ് ഈസ് ഈക്വൽ ടു 7a അല്ലേ? എക്ക് ഇവിടെ 18 കിട്ടിയല്ലോ. 7 ഇൻറ്റു എ എത്രയാണ്? 18 അല്ലേ? സോ 126. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇസഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു ഇസഡിന്റെ വാല്യൂ എത്ര ആയിരുന്നു? 126. ഇത്രയുള്ള കാര്യം. വളരെ എളുപ്പമാണ്, പഠിച്ചോണം. ഇവര് പറഞ്ഞിട്ടുണ്ട് എ ബി പാരലൽ സി ഡി. ഓക്കെ, എ ബി പാരലൽ സി ഡി അവർ പറഞ്ഞിട്ടുണ്ട്. ഇ എഫ് പെർപെൻഡിക്കുലർ സി ഡി. ഓക്കെ, ഇ എഫ് പെർപെൻഡിക്കുലർ സി ഡി അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ജി ഇ ഡി 126. ജി ഇ ഡി മൊത്തം ആംഗിൾ, ഡി ഫുൾ ആംഗിൾ 126 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ എ ജി ഇ. ഇതുണ്ട് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ട ഒരാംഗിൾ. ഫൈൻഡ് ആംഗിൾ എ ജി. ആംഗിൾ ജി ഇ എഫ്, ജി ഇ എഫ് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. പിന്നെ ആംഗിൾ എഫ് ജി ഇ, എഫ് ജി ഇ ഇതിൻ്റെ ഈ ആംഗിളും കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ട ആംഗിളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതിൻ്റെ ഈ ആംഗിൾ, ഈ ആംഗിൾ, ഈ ആംഗിൾ. ഇതിൽ ഈ ഒരു ആംഗിൾ, ഇതിൻ്റെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആംഗിൾ ജി ഇ എഫ് അല്ലേ? അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ജി ഇ ഡി ഈക്വൽ 126. അതായത് ആംഗിൾ ജി ഇ ഡി അല്ലെ? അതൊന്ന് എഴുതാം. ആംഗിൾ ജി ഇ ഡി ഈക്വൽ ടു 126 ഇംപ്ലൈസ് എന്താ ആംഗിൾ ജി ഇ ഡി? എന്താ ആംഗിൾ ജി ഇ ഡി? ഇതിന്റെ ഈ ഫുൾ ആംഗിൾ ആണ് ആംഗിൾ ജി ഇ ഡി അല്ലേ? ഇതിന്റെ ഈ മൊത്തം ആംഗിൾ ആണ് ആംഗിൾ ജി ഇ ഡി എന്നല്ലോ. ഈ മുഴുവൻ ആംഗിൾ 126 എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇതിന്റെ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പം നമുക്ക് ഇതിന്റെ ഈ ഒരു ആംഗിൾ കിട്ടുമല്ലോ അല്ലേ? ഇതിന്റെ ഇത്രയും ആംഗിൾ 90 ഡിഗ്രിയാണ്. കണ്ടോ? ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി. അപ്പം നമുക്ക് ഈ ആംഗിൾ കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ആംഗിൾ ജി ഡി എങ്ങനെയാന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ആംഗിൾ ജി ഇ എഫ്. ആംഗിൾ ജി ഇ എഫ് പ്ലസ് ഈ ആംഗിൾ എത്ര? ആംഗിൾ എഫ് ഇ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് ഇ ഡി ഈസ് ഈക്വൽ ടു 126. ആംഗിൾ ജി ഡി 126 ആണ്. അതായത് ഈ മൊത്തം ആംഗിൾ 126 ആണ്. ഈ മുഴുവൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ആംഗിൾ പ്ലസ് ഇതിന്റെ ഈ ഒരു ആംഗിൾ ആണ്. അപ്പൊ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അത് നമുക്കൊന്ന് എഴുതാം. ആംഗിൾ ജി ഇ എഫ് പ്ലസ് ആംഗിൾ എഫ് ഇ ഡി അല്ലേ? ഇതിന്റെ ഈ ഒരു ആംഗിൾ എഫ് ഇ ഡി എത്രയാണ്? 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 126 ഇംപ്ലൈസ് ആംഗിൾ ജി ഇ എഫ് ഈസ് ഈക്വൽ ടു 126 മൈനസ് 90 ഈസ് ഈക്വൽ ടു 36 ഡിഗ്രിയാണ് ആംഗിൾ. അപ്പൊ ഇതിന്റെ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 36 ഡിഗ്രിയാണ് ആംഗിൾ ജി എഫ് നമുക്ക് കിട്ടി. ഇനി നോക്കണം, ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ എ ജി ഇ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്വേഴ്സൽ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തെ ആംഗിളും ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും അല്ലേ? ഈ ലൈൻസ് പാരലൽ ആണെങ്കിൽ ഈ 2 ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ എ ബി പാരലൽ സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്.
കണ്ടോ, GE ഒരു ട്രാൻസ്വേഴ്സിലുമാണ് അല്ലേ? ഇത് നമുക്കൊന്നുകൂടെ വരയ്ക്കാം. പടം AB പാരലൽ CD എന്ന് പറയുന്നത് D ലൈൻ, GE ഒരു ട്രാൻസ്വേഴ്സിലുമാണ്. അപ്പം ഈ ആംഗിളും ഈക്വൽ ആണല്ലോ. ആ ആംഗിൾ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം ഇവിടെ? ആംഗിൾ AGE അല്ലേ? AGE ആംഗിൾ AGE is equal to ഈ ആംഗിൾ, ആ ആംഗിൾ പറയുന്ന പേരാണ് ആംഗിൾ GED. ആംഗിൾ GED. നമ്മൾ എന്ത് എഴുതണം? റീസൺ എഴുതണം. എന്തായാലും റീസൺ? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണല്ലോ. ഇംപ്ലൈസ് ആംഗിൾ AGE is equal to എത്ര? ആംഗിൾ GED. നമുക്ക് ആംഗിൾ GED ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 126 ഡിഗ്രി. അപ്പോൾ ആംഗിൾ AGE കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ FGE ആണ്. FGE അത് എളുപ്പമാണ്. ഈ ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 126 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിളും എന്താണ്? ലീനിയർ പെയറാണ്. ഞാൻ പറഞ്ഞു, ഒരു ലൈനയിലെ ഇങ്ങനെ ഒരു വേറെ ലൈൻ കട്ട് ചെയ്താൽ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ആംഗിൾസ് ലീനിയർ പെയർ ആയിരിക്കും. അപ്പൊ നമുക്കതൊന്ന് എഴുതാം. ആംഗിൾ AGE അല്ലേ? AGE പ്ലസ് ആംഗിൾ FGE. ഇതിന്റെ ഈ ഒരു ആംഗിൾ FGE is equal to 180 ഡിഗ്രി. റീസൺ നമുക്കറിയാമല്ലോ, ലീനിയർ പെയർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ AGE 126 കിട്ടി. 126 പ്ലസ് ആംഗിൾ FGE is equal to 180. therefore ആംഗിൾ FGE is equal to 180 മൈനസ് 126 is equal to 54 ഡിഗ്രി. FGE കണ്ടു. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്ന ഓരോന്ന് എഴുതാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് ആംഗിൾ AGE, ദാറ്റ് ഈസ് ആംഗിൾ AGE is equal to നമുക്കുണ്ട് ആംഗിൾ AGE 126 ഡിഗ്രി. പിന്നെ ആംഗിൾ GEF is equal to GEF നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 36 ഡിഗ്രി. ആൻഡ് ആംഗിൾ FGE is equal to 54 ഡിഗ്രി.